ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈത്രി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണലും അലങ്കാരവുമായി റോഡരികിൽ പിടിച്ചു നിൽക്കുന്ന ഈ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ പ്ലാന്റിനെ കുറിച്ചുള്ളതാണ്. വളരെ വേഗത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ കുട പോലെ വിരിഞ്ഞു നിൽക്കുന്നതിനാൽ ഈ മരം നല്ല തണൽ തരുന്ന ഒരു മരം കൂടിയാണ്. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഈ മരത്തിൽ പിടിക്കുന്നത്. പേരക്കയുടെ പൂക്കളെ പോലെ വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ് ഈ ചെടിയിൽ പിടിക്കുന്നത്. പൂ പൊഴിഞ്ഞ ശേഷം പച്ച നിറത്തിലുള്ള കായാണ് ഇതിൽ ആദ്യമായിട്ട് പിടിക്കുന്നത്. ഈ പച്ച നിറത്തിലുള്ള കാ നമുക്ക് പാകമായി കഴിയുമ്പോൾ മഞ്ഞ നിറത്തിലായി മാറുന്നു. അതിൻ്റെ ശേഷം ഇത് പഴുക്കുമ്പോഴാണ് നല്ല ചുമപ്പ് നിറമായിട്ടാണ് ഈ കാ മരത്തിൽ കാണപ്പെടുന്നത്. പഞ്ചാരപ്പഴം എന്നറിയപ്പെടുന്ന ഈ ഫ്രൂട്ടിനെ ജമൈക്കൻ ചെറി, അതുപോലെ തന്നെ ബേർഡ് സ്ട്രോബെറി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഈ കായ്കൾ മധുരമുള്ളതും മിനുസമുള്ളതും മാംസളവുമാണ്. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഫ്രൂട്ടിൻ്റെ രുചി എരിവും മധുരവും ചേർന്നതാണ്. ഈ പഴത്തിൽ ധാരാളം നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം ഇത് നല്ലതുപോലെ കുറയ്ക്കുന്നു. അതുപോലെ ഗ്ലൂക്കോസ് ഒരുപാട് ഈ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളിലും വൈറ്റമിൻ സി ധാരാളമായി കണ്ടുവരുന്നു. സന്ധിവേദനയുള്ളവർക്ക് ശരീരത്തിൻ്റെ വേദനകൾ കുറയ്ക്കാനായിട്ട് ഈ പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസുകൾ ധാരാളമായി ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെയും ഇത് വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അണുബാധകളെ തടയുവാനും അതുപോലെ തന്നെ ദഹന പ്രക്രിയയെ സുഗമമാക്കാനും ഈ ഫ്രൂട്ടിന് കഴിയുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ചായ കുടിക്കുകയാണെങ്കിൽ തലവേദനയിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കുന്നതുമാണ്. ഈ പ്ലാന്റ് ഞാൻ ചെറിയൊരു തൈ വെച്ച് പിടിപ്പിച്ചെടുത്തതാണ്. റോഡരികിൽ കൊണ്ടുവച്ചപ്പോൾ ഇത് നല്ലതുപോലെ പെട്ടെന്ന് വളർന്നു കിട്ടുന്നൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കുരുക്കളിട്ടും ചെടികൾ കിളിർപ്പിച്ചെടുക്കാം. വീടിൻ്റെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അലങ്കാര ചെടിയാണിത്. ഇതിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരുപാട് കിളികൾ വന്ന് ഈ പഴങ്ങൾ തിന്നാനായിട്ട് ഒരുപാട് കിളികളും വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരു തണ്ടിൽ നിന്ന് തന്നെ കിട്ടിയ കായ്കളാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു തൈ കളക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.